ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു കുഴക്കട്ടേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ കുഴക്കട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ കാരണം നമ്മളെ വിജയകുമാരി ഉണ്ടല്ലോ, അവർ പറഞ്ഞു ചേച്ചി ഈ കുഴക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചു. നമ്മളിങ്ങനെയല്ല ഉണ്ടാക്കലെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊന്ന് കണ്ടു നോക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഷുഗറിലുള്ള കൂട്ടർക്ക് നല്ലതാണല്ലോ, മധുരമുള്ള കുഴക്കട്ടയല്ലാത്ത റെസിപ്പിയാണല്ലോ ഇത്. അപ്പം ഞാൻ പറഞ്ഞു ആ ഇടാന്ന്. അപ്പോൾ അതാണ് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് റൈസ് പൗഡറാണ്. നൈസ് പത്തിരി, ഇടിയപ്പം, അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്ന പൊടി ഇതാ അതെടുത്തു. പിന്നെ വെള്ളം തിളപ്പിക്കാൻ ഗ്യാസിൽ വെച്ച് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പൊടിയിലേക്ക് ഒഴിക്കണം. എന്നിട്ടത് നല്ല വൃത്തിയിൽ കുഴച്ചെടുക്കണം. അതാണ് പരിപാടി. അപ്പോൾ അരിപ്പൊടി നമ്മൾ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പൊടിയിടട്ടെ. നമുക്ക് ഒരു വീട്ടിലിപ്പോൾ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണല്ലോ ആക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് എത്ര ക്വാണ്ടിറ്റിയിലും ആക്കാം. അപ്പോൾ അരിപ്പൊടി ഇട്ടു. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ തേങ്ങ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നതാണ്. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത്രയും മതി നമുക്ക്. നമ്മൾ അത്രയല്ലേ ആളുള്ളൂ, അപ്പോൾ നമുക്കത്ര മതി. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ടു. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കുക. എന്നിട്ട് നോക്കുക ഉപ്പ് പാകത്തിനാണോ നോക്കുക. ഉപ്പ് പാകത്തിനാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയിൽ ഇളക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് ഇളക്കി കൂട്ട് റെഡിയാക്കി എടുക്കുക, കുഴച്ചെടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ചും കൂടി ഒഴിക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് കാണാം. എല്ലാം കൂടി ഞാൻ കുഴച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ആവശ്യത്തിന് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ഇടണം. ഇതാണ് തേങ്ങ. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങേൻ്റെ എല്ലാം രുചി ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കുഴക്കട്ട കഴിക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം കുഴച്ചെടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കൈ കൊണ്ട് തന്നെ നല്ല മയപ്പെടുത്തി എടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് നല്ലോണം മയത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ല വൃത്തിയിലെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ, കണ്ട. എന്നിട്ട് വേണം നമുക്കത് അടുപ്പത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. എത്രയാണോ വലിപ്പം നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയിട്ടെടുക്കാം. നല്ല ഷേപ്പിൽ ഉരുട്ടിയിട്ടെടുക്കുക. ഇതാ കണ്ട, ഇതേപോലെ എല്ലാ ഉരുളകളും ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ആവിയിൽ വെക്കേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നിനെയായിട്ട് അതിലെടുത്ത് വെക്കണം. അപ്പം ഞാൻ എല്ലാം ഉരുട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ ഇത്രയും ഉരുളകളാണ് ഉരുട്ടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ആവിയിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ തട്ടിലേക്ക് വെക്കുന്നുണ്ടേ. പൂത്താലം
എല്ലാവരെയും വരി വരിയാക്കി വെച്ചു. ഇനി നമുക്കിത് അടച്ച് വെക്കണം. ഇനി ഇത് അടച്ച് വെക്കട്ടെ. എന്നിട്ട് വെന്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് വെന്തിനൊന്ന് നോക്കാമല്ലോ. നമ്മളെ കുഴക്കട്ട നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതിന് ഓരോന്നോരോന്നായി വാങ്ങി വെച്ച് തണിഞ്ഞിട്ട് വേണം ഇത് മുറിക്കാൻ. ചൂടോടെയാകുമ്പോൾ മുറിക്കുമ്പം ചിലപ്പോൾ പറ്റും പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനത് വാങ്ങി വെക്കട്ടെ, തീ ഓഫാക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ തീ ഓഫാക്കി വാങ്ങി വെക്കട്ടെ. ഇനി എല്ലാം ഞാൻ വാങ്ങി പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് തണിയട്ടെ, എന്നിട്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ കുഴക്കട്ടയെല്ലാം തണിഞ്ഞു. ഇനി ഞാനത് മുറിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുഴക്കട്ട മുറിക്കൽ. ഇങ്ങനെയാണ് നമ്മുടെ കുഴക്കട്ട മുറിച്ച് വറവിലിടുന്നത്. ഓക്കേ, ഇതാ കണ്ട, ഇവിടെ ഇടിയെല്ലാം പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. മഴ വരുമോ എന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ പെയ്യുമായിരിക്കും, ചൂട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും പെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. പെയ്യുമെങ്കിൽ പെയ്യട്ടെ, പെയ്യുന്നെങ്കിൽ പെയ്യണ്ട. അപ്പം ഞാനിതെല്ലാം മുറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ട, നല്ല അടിപൊളിയായിട്ട് മുറിച്ചിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ കുഴക്കട്ടയെല്ലാം ഞാൻ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിലിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാന് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഇതാ കുറച്ച് ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട്, ചുവന്ന മുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. പണ്ടെല്ലാം നമ്മൾ പുഴുങ്ങലരി അരച്ചിട്ടാണ്, നീട്ടമീൻ്റെ മുകളിൽ അരച്ചിട്ടാണ് കുഴക്കട്ടയെല്ലാം ചൂടുന്നത്. അപ്പോൾ ആ കുഴക്കട്ട വെള്ളത്തിലിട്ടിട്ടെല്ലാമാണ് നമ്മൾ ആക്കൽ. ഇപ്പം കാലം മാറിയതിനനുസരിച്ചിട്ട് ഇപ്പം ആവിക്ക് വെച്ച് വേവിക്കലായി, വെള്ളത്തിലിട്ട് വേവിക്കലില്ല. പിന്നെ പല വിധത്തിലുള്ള അരിപ്പൊടിയല്ലേ നമുക്ക് കിട്ടുക. ഓരോ ടൈപ്പ് ആയിരിക്കും. ഓരോ അരിപ്പൊടി നല്ലതായിരിക്കും, ചില അരിപ്പൊടി എന്തോ പോലത്തെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലത്തെ ആയിരിക്കും. അങ്ങനെ പല മാറ്റവും ഉണ്ടാവും. അരിപ്പൊടീൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് കുഴക്കട്ടക്കും നമുക്ക് മാറ്റം ഉണ്ടാവും. ചിലത് നല്ല രുചിയായിരിക്കും. കുഴക്കട്ടയാക്കി കഴിഞ്ഞാൽ തിന്നാലും നമ്മൾ വിടിയൂല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് വെക്കുന്നുണ്ട്. ഉള്ളി ചോന്ന് വരുമ്പോൾ നമുക്ക് മുളകിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഉള്ളി ചോന്ന് വരുന്നുണ്ട്. ഇനി മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കുഴക്കട്ടേനെ ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല കണ്ടീഷനാക്കിക്കൊള്ളുക. വറവ് എല്ലാ സ്ഥലത്തും കുഴക്കട്ടൊക്കെ ആക്കിക്കൊള്ളുക. എന്നിട്ട് എല്ലാവരും എടുത്ത് കഴിച്ചോളുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നല്ല അടിപൊളി കുഴക്കട്ട. ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുക, രാത്രിയത്തെ ഡിന്നറിന് ഉപയോഗിക്കാം, എങ്ങനെ വേണ്ടിയിട്ടും നമുക്ക് കഴിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള കുഴക്കട്ട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കട്ടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. ബൈ.